എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ ഹോട്ട് സിറ്റിയിൽ ഇന്ന് ദിയാസന. നമസ്കാരം. മാഡം എങ്ങനെയാണ്, ഫ്രണ്ട്ലി ആണോ? മനസ്സിലാക്കാൻ പോണല്ലോ. ചെല്ലി ചെല്ലി. ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ വേറെ എന്തോ പോലെയാണ് കാണുന്നത്. അങ്ങനെയൊന്നുമില്ല, ഇത് വെറും ഒരു കുടുംബശ്രീ ബന്ധം. പൊതുജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആളുകളെ കൂട്ടുപിടിച്ചിട്ട് വെറുതെ നിന്ന് എന്നെ ഇട്ട് ചൊറിയാൻ വേണ്ടിട്ട് കാണിക്കണം. എന്തൊരു ചൊറിച്ചില്. അതിനർത്ഥം എന്തിനൊന്നും ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? മനസ്സിലായി. അതിന് നിങ്ങൾ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം പറയാം റോഹൻ, നീ കുറെ നേരമായിട്ടിരുന്ന് സംസാരിച്ച് ഇതേ വിഷയം തന്നെ കുറെ വട്ടം ലൂപ്പിൽ ഇട്ടോണ്ടിരിക്കുവാണ്. ഇത് കടിക്കോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല, ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറും. സംസാരിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കും. എവിടെ ഉത്തരവില്ലാതെ എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ല കേട്ടോ. മാറ്റി ഞാൻ ഒരു കാര്യം പറയും, ഞാൻ സംസാരിക്കും. നീ ഊച്ചാളി ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പാരട്ടെ. പിന്നെ നീ ഒരുപാട് കോപ്പിൽ സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചു നിനക്ക്. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്നത് കേൾക്കാൻ സൗകര്യമില്ല. ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. അല്ലേ, ഞാൻ മര്യാദയിലാണ് സംസാരിച്ചത്. നാക്കിന്റെ കാര്യത്തില് നിങ്ങളെക്കാൾ നീളം എനിക്കാ, മറക്കണ്ട. ഇത് ബിഗ് ബോസ് അല്ല, ബിഗ് ബോസ് അല്ല. എന്റെ സ്വഭാവം മാറ്റും. പക്ഷെ എവിടെയാണെങ്കിലും എല്ലാം തുറന്നു പറയുന്നുണ്ടോ? ഈ സമയത്ത് പറഞ്ഞാൽ ആകെ കുഴപ്പമാവും. നീ ഇന്ന് ചോദിച്ച് ഇങ്ങനെ തന്നെ ഓരോരുത്തർ ചോദിച്ച് വാങ്ങിക്കുന്നത്. ഉപയോഗിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇവന്റെ റിലേ കട്ടായ ദൈവമേ. മാന്യമില്ലാത്ത ഭാഷയിൽ എന്നോട് ഞാൻ പറഞ്ഞാലടാ രണ്ടാം കൂടി കേറാന്ന്. അതിനിപ്പോ ഇതിന്റെ വാപ്പനെ പറഞ്ഞ കാര്യം ഇപ്പൊ എന്താ? ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരുമാറ്റം മറ്റു പരിപാടി കാണിക്കല്ലേ കേട്ടാ. എന്റെ കിണത്തിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി പിടിച്ച് പുറത്താക്കണോ ഇയാളെ? നീ ഫ്രണ്ടിലോട്ട് കയറി. വണ്ടി വിട്ടോ, വേഗം വിട്ടോ.